എന്തോന്നടി അനങ്ങാതെ നിക്കുന്നേ? ഇടി ഇറങ്ങാൻ നോക്ക്. ഇറങ്ങി പോവാൻ. അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇറങ്ങടി. അമ്മ അമ്മ ഞാൻ പറഞ്ഞോട്ടെ. അമ്മ അമ്മ ഇങ്ങോട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇറങ്ങി പോടി. എന്നാ അമ്മേ വായിക്കും. അവളുടെ ഒരു ബാഗ്. കരയുവന്നു നീ? അപ്പൊ ഇത്രേ ഉള്ളൂ നീ? ഞാൻ കരുതിയത് നെഞ്ചും മിരിച്ച് നിക്കുവന്ന. ഇതൊരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. ഈ വീട് ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ സുധിയേട്ടന്റെ വീടായത്. ഇവിടുന്ന് ഇറങ്ങുമ്പോ എനിക്കറിയും. സത്യത്തിലേ നീ രക്ഷപ്പെടുക ചെയ്ത്. ഇനി നിന്നെ ഭരിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ആരും ഉണ്ടാവില്ല. നീ വിഷമിക്കണ്ട. ഇപ്പൊ ജീവിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും. പക്ഷേ അതിന് നീയും കൂടി വിചാരിക്കണം. മനസ്സിലായില്ല. ഞാൻ നോക്കിക്കോളാം നിന്നെ. ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ച മഹാറാണിയെ പോലെ നിനക്ക് കഴിയാം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട്. നിനക്കും അതറിയാവുന്നതാണല്ലോ. നീ അതിന് സമ്മതമൂളണം. ഇല്ലെങ്കിലേ പെരുവഴി കടന്ന് തീരും നിന്റെ ജീവിതം. സിദ്ധു ഒന്നും നിന്നെ നോക്കാൻ പോകുന്നില്ല. അതിന് ചന്ദ്ര സമ്മതിക്കില്ല. ചന്ദ്ര മരിച്ചില്ലേ? അതെ, എന്നാലും കൃത്യമായിട്ട് അത് ഉറപ്പിക്കാറായിട്ടില്ലല്ലോ. നീയും സിദ്ധുവും തമ്മിൽ കാണുന്നത് പോലും ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. അത് ചന്ദ്ര തടയും. പിന്നെ മനോഹരനച്ഛൻ അച്ഛൻ തിരിച്ചു വരുമ്പോ നിന്നെ തിരിച്ചു വിളിക്കുമെന്നായിരിക്കും പ്രതീക്ഷ. അത് നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ അമ്മയും മുത്തശ്ശിയും അത് തടയും. പിന്നെ നീ എങ്ങനെ ജീവിക്കും? എന്റെ ഭാര്യയായ നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. തയ്യാറാണെങ്കിൽ പറ. ഇപ്പോ ഈ നിമിഷം ഞാൻ അതിനൊരുക്കാം. നീ എന്താ പറഞ്ഞ? ഒന്നുകൂടി ഒന്ന് പറ. കൊന്നുകളയുന്നെ. എന്റെ പുറകെ എങ്ങാനും നീ വന്നോ പിന്നെ നീ ജീവിച്ചിരിക്കില്ല. നീ കുറെ ഒലത്തും ഒന്ന് പോടി പേടിപ്പിക്കാം. ഷർട്ട് വിടാൻ വിടാനോ പറഞ്ഞ